എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ PNCMAC അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നവംബർ 10 വരെ PNCMAC.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. പുതുതായിട്ട് കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ നൽകുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് കൺസിഡർ ചെയ്യുകയുള്ളൂ എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ ടു ഫൈൻഡ് ദ വേക്കൻസി പൊസിഷൻ ലോഗിൻ ടു യുവർ പ്രൊഫൈൽ ബൈ ക്ലിക്കിംഗ് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻ ഓർഡർ ടു കൺസിഡർ ഫോർ ദ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് യു ഷുഡ് ആഡ് ന്യൂ കോളേജ് ഓപ്ഷൻ, അതായത് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് കോളേജ് ഓപ്ഷനുകൾ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ഓൺലി ന്യൂ ഓപ്ഷൻ രജിസ്ട്രേഷൻ വിൽ ബി കൺസിഡേർഡ്. പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ അലോട്ട്മെൻറ്റിലേക്ക് കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ ന്യൂ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഈസ് ഓൺ 10/11/2024 ബിഫോർ 5 PM, അതായത് ഈ ഒരു നവംബർ 10 വൈകുന്നേരം 5 മണിക്കുള്ളിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്കിംഗ് ഹിയർ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒരു അടിവര ഇട്ടിട്ട്, അതായത് അണ്ടർലൈൻ ഇട്ടിട്ട് കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ അതായത് അടുത്ത ലോഗിൻ ചെയ്യാനുള്ള ഈ ഒരു പേജിലേക്കാണ് പോവുക. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID അതുപോലെ തന്നെ പാസ്വേഡ് നൽകി നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് വഴി നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിൽ വേക്കൻസി ഉണ്ട് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. നിലവിൽ ഈ ഒരു ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉള്ളവർക്ക് മാത്രമേ ഈ ലോഗിൻ ചെയ്ത് എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ആ ഒരു ഡീറ്റെയിൽസ് നിലവിൽ ഈ ഒരു വീഡിയോ വഴി കാണിച്ചു തരാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി ലോഗിൻ ചെയ്ത് എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് പരിശോധിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. വേക്കൻസി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പുതുതായിട്ട് ഓപ്ഷനുകളായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. നവംബർ 10 വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനുകൾ നൽകാനുള്ള അവസരം. അതുപോലെ പുതുതായിട്ട് ഈ ഒരു അവസരത്തിൽ ഈ ഒരു നവംബർ 10 ഓപ്ഷനുകൾ നൽകുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുള്ളൂ എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പുതുതായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്കിംഗ് ഹിയർ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഇമെയിൽ ID പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്ത് എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത് പരിശോധിച്ച് ആ ഒരു വേക്കൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്, അതായത് കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. നവംബർ 10 വൈകുന്നേരം 5 മണി വരെയാണ് ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.